السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له لا ضد له ولا ند له ولا مثيل. ونشهد أن محمدا عبده ورسوله وحبيبه وخليله بلغ الرسالة وأدى الأمانة. صلى الله عليه وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإن تطع أكثرهم في الأرض يضلوك عن سبيل الله إن يتبعون إلا الظن وإن هم إلا يخرصون. صدق الله العظيم. إنما الأعمال بالنيات وإنما لامرئ ما نوى. فمن كانت هجرته إلى دنيا يصيبها أو إلى امرأة ينكحها فهجرته إلى ما هاجر إليه. صدق رسوله النبي الكريم. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൃപ്തിപ്പെട്ടു നൽകിയ ദീനാണ് വിശുദ്ധ ഇസ്ലാം. ഇസ്ലാമീ ലോകത്തും പാരത്രിക ലോകത്തും നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും സമ്മാനിക്കാൻ വേണ്ടി അല്ലാഹു പ്രദാനം ചെയ്ത ബൃഹത്തായ സംവിധാനമാണ്. പക്ഷേ ആദം നബി അലൈഹിസ്സലാം മുതൽ ഇന്നോളമുള്ള മനുഷ്യ സമൂഹത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ അധികം പേരും ഇസ്ലാമിൽ നിന്ന് ഒഴിവായി ജീവിതം നയിക്കുന്നവരായ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് ഭൂമിയുടെ പുറത്തൊലിക്ക് മുകളിൽ ജീവിക്കുന്ന 800 കോടി മനുഷ്യരിൽ 600 കോടി മനുഷ്യരും അമുസ്ലിമീങ്ങളാണ്. ഇസ്ലാമിൽ നിന്ന് ഒഴിവായ നിലയിൽ കുഫറിൽ, ശിർക്കിൽ, യഹൂദിയത്തിൽ, നസ്രാനിയത്തിൽ, യുക്തിവാദത്തിലും മറ്റുമൊക്കെ കഴിയുന്നവരാണ്. 200 കോടി മുസ്ലിമീങ്ങളെന്ന് അവകാശപ്പെടുന്നവർ തന്നെ ഇസ്ലാമിക ജീവിതം നയിക്കുന്നവർ 10% താഴെയാണ്. 5 നേരം നമസ്കരിക്കുന്നവർ വളരെ ചുരുങ്ങിയ മുസ്ലിമീങ്ങൾ മാത്രമാണ്. എന്നാൽ നമസ്കരിക്കാത്ത മുസ്ലിമീങ്ങൾ, ആഭാസത്തരങ്ങളിലും പാപങ്ങളിലും തിന്മകളിലും ഒഴുകിക്കഴിയുന്ന മുസ്ലിമീങ്ങൾ കൂടുതലാണ്. അതുകൊണ്ട് ഒരിക്കലും ഭൂരിപക്ഷത്തെ നോക്കിക്കൊണ്ടല്ല സത്യത്തെയും അസത്യത്തെയും തീരുമാനിക്കേണ്ടതുണ്ട്. നീതിയെയും ധർമ്മത്തെയും അനീതിയെയും വിലയിരുത്തേണ്ടുന്നത് ഭൂരിപക്ഷത്തെ കൊണ്ടല്ല. ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, ഇൻ തുതിഅ അക്സറ മൻ ഫിൽ അർദി യുദില്ലുക അൻ സബീലില്ലാഹ്. നിങ്ങളുടെ ഭൂരിപക്ഷത്തെ നോക്കിക്കൊണ്ട് മനുഷ്യരെ പിൻപറ്റുന്നു എങ്കിൽ അവർ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് നിങ്ങളെ തെറ്റിച്ചു കളയും. കാരണം ഭൂരിപക്ഷം വരുന്ന ജനങ്ങളും കുഫറിലാണ്, ശിർക്കിലാണ്.
മുസ്ലിമീങ്ങളെന്ന് അവകാശപ്പെടുന്നവര് തന്നെ തിന്മകളിലും ആഭാസത്തരങ്ങളിലും പാപങ്ങളിലും മുഴുകി കഴിയുന്നവരാണ്. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, ഈ യത്തബിഊന ഇല്ലല്ലന്നെ, ഈ തിന്മകളിൽ വിരാജിക്കുന്ന ഭൂരിപക്ഷം വരുന്ന ജനസമൂഹം അവർ ഒരു സാങ്കല്പിക ലോകത്താണ്. അവർക്ക് തന്നെ ഈ തിന്മ അവരെ കെടുതിയിൽ വിനാശത്തിൽ കൊണ്ടുപോയിടും. അവർക്ക് ചെറിയ ഒരു സുഖം മാത്രം പ്രദാനം ചെയ്യുന്ന യാഥാർത്ഥ്യമാണ് എന്നറിയാം. അവർ അനുമാനിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അവരീ പ്രവർത്തിക്കുന്ന അധർമ്മവും അവരീ പ്രവർത്തിക്കുന്ന തിന്മയും അവരീ പ്രവർത്തിക്കുന്ന പാപങ്ങളും ശാശ്വതമായ വിജയത്തിലേക്ക് എത്തിക്കും എന്ന് ഒരു ഉറപ്പുമില്ലാതെ അനുമാനത്തിലൂടെ സങ്കല്പത്തിലൂടെ കഴിഞ്ഞുകൂടുന്നവരാണ് തിന്മകളിൽ കഴിഞ്ഞുകൂടുന്നവർ. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമുമായി കടന്നു വരുന്ന വേളയിൽ ഭൂമിയിൽ നീതിയോ ധർമ്മമോ ന്യായമോ ഉണ്ടായിരുന്നില്ല. ജനങ്ങളൊക്കെ അധർമ്മത്തിലും അക്രമത്തിലും അനീതിയിലും കുഫറിലും പാപങ്ങളിലും ആഭാസത്തരങ്ങളിലും മുങ്ങിക്കഴിഞ്ഞുകൂടി. ഇവരിലേക്ക് പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നീതിയുടെ ധർമ്മത്തിന്റെ സൽക്കർമ്മത്തിന്റെ പ്രതീകമാകുന്ന ഇസ്ലാമുമായി കടന്നു വന്നു. ആ ഇസ്ലാമിനെ ഉൾക്കൊണ്ട ആൾക്കാർ ഒറ്റപ്പെട്ടു പോയി. എന്നാൽ ഒരിക്കലും ഭൂരിപക്ഷത്തെ നോക്കിക്കൊണ്ടവർ ഇസ്ലാമിനെ ഉപേക്ഷിക്കാനോ തൗഹീദിനെ കൈവെടിയാനോ തയ്യാറായില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിന്റെ പ്രബോധനവുമായി രംഗപ്രവേശനം ചെയ്തപ്പോൾ ദുർറാ റളിയല്ലാഹു അൻഹ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ആരായിരുന്നു ദുർറാ റളിയല്ലാഹു അൻഹ? അബൂ ലഹബിന്റെ മകൻ, ഉമ്മു ജമീലിന്റെ മകൻ. സഹോദരന്മാരാണ് എങ്കിൽ ഉത്ബ, ഉതൈബ. വീട്ടിൽ തന്നെ ഭൂരിപക്ഷം അമുസ്ലിമീങ്ങളാണ്, മുശ്രിക്കീങ്ങളാണ്, കുഫാറുകളാണ്. ആ വീട്ടിൽ ദുർറാ റളിയല്ലാഹു അൻഹ ഒറ്റപ്പെടുത്തപ്പെടുകയാണ്. അബൂ ലഹബാണ് എങ്കിൽ ഇസ്ലാമിന്റെ ബദ്ധവൈരിയാണ്. ഉമ്മു ജമീലാണെങ്കിൽ മുഹമ്മദിനെയും ഇസ്ലാമിനെയും ഭൂമിയിൽ നിന്ന് നിഷ്കാസനം ചെയ്യാൻ വേണ്ടി അഹോരാത്രം പണിപ്പെടുന്ന വലുതാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ നടന്നു പോകുന്ന വഴിയിൽ വഴിതടസ്സം സൃഷ്ടിക്കാൻ വേണ്ടി മുള്ളുകൾ കൊണ്ടുവന്ന് നിക്ഷേപിക്കുമായിരുന്നു. ഇവരെ ആക്ഷേപിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഒരു സൂറത്തിൽ തന്നെ അവതരിപ്പിച്ചു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബ്ബത് യദാ അബീ ലഹബിൻ വതബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ ذات لهب وامرأته حمالة الحطب في جيدها حبل من مسد تبت يدا أبي لهب وتب. അബൂ ലഹബിന്റെ രണ്ട് കരങ്ങളും നശിക്കട്ടെ, അവൻ നശിച്ചു. മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. അവന്റെ സമ്പത്തും അവന്റെ സമ്പാദ്യങ്ങളും അവന് പ്രയോജനപ്പെട്ടില്ല. സയസ്ലാ നാറൻ ദാത ലഹബ്. ജ്വലിക്കുന്ന നരകാഗ്നിയിൽ അവൻ പ്രവേശിക്കേണ്ടി വരും. വംറഅതുഹു ഹമ്മാലത്തൽ ഹതബ്. വിറക് ചുമട്ടുകാരിയായ അവന്റെ ഭാര്യയും ഈന്തപ്പന നാരിനാനുള്ള ഒരു കയറ് അവരുടെ പിരടിയിൽ കഴുത്തിലുണ്ടായിരിക്കും. അല്ലാഹുവിന്റെ പ്രവാചകൻ നടന്നു വരുന്ന വഴിയിൽ വഴി തടസ്സം സൃഷ്ടിക്കുന്നതിനു വേണ്ടി വനാന്തരങ്ങളിൽ പോയി കയറുകൊണ്ട് മുള്ളുകളും വിറകുകളും ശേഖരിച്ചു കൊണ്ടുവന്നിടുന്നത് കൊണ്ട് നരകത്തിലും അതേ അവസ്ഥയിൽ തന്നെയായിരിക്കും അവള്.
ഈ സൂറത്ത് അവതരിച്ചു കഴിഞ്ഞപ്പോൾ ഉമ്മു ജമീൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വകവരുത്താൻ വേണ്ടി ഒരു പാറക്കല്ലും എടുത്തുകൊണ്ട് മസ്ജിദുൽ ഹറാമിലേക്ക് പുറപ്പെട്ടു. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുമായി വിശുദ്ധ കഅബയുടെ മുറ്റത്ത് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അബൂലഹബിന്റെ ഭാര്യയാകുന്ന ഉമ്മു ജമീൽ പാറക്കല്ലുമായി വരുന്നത് സിദ്ദീഖുൽ അക്ബർ കാണാനിടയായി. അല്ലാഹുവിന്റെ പ്രവാചകരെ, ഉമ്മു ജമീൽ അങ്ങേയറ്റം രോഷത്തിലാണ്. നിങ്ങളെ കല്ലുകൊണ്ടെറിഞ്ഞ് നിങ്ങളുടെ തല തകർക്കാൻ സാധ്യതയുണ്ട്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർഭയനായി കൊണ്ട് പറഞ്ഞു, ഉമ്മു ജമീൽ എന്നെ കാണാൻ പറ്റൂല. ഞാനിവിടെ ഇരിക്കുന്നത് ഉമ്മു ജമീൽ കണ്ടാലല്ലേ ഈ പാറക്കല്ല് കൊണ്ട് എന്നെ എറിയുകയുള്ളൂ. അല്ലാഹുവിന്റെ പ്രവാചകന് അല്ലാഹു നൽകിയ ഒരു മുഅ്ജിസത്താണ്. തങ്ങൾ ഖുർആൻ ഓതി കഴിഞ്ഞാൽ മുശ്രിക്കീങ്ങൾക്ക് തങ്ങളെ കാണാൻ പറ്റൂല, കാഫിരീങ്ങൾക്ക് തങ്ങളെ കാണാൻ പറ്റൂല. ഇദാ ഖറഅതൽ ഖുർആന ജഅൽനാ ബൈനക വബൈന الذين لا يؤمنون بالآخرة حجابا مستورا. إذا قرأت القرآن والقرآن ودياي جعلنا بينك وبين الذين لا يؤمنون بالآخرة. നിങ്ങളുടെയും പാരത്രിക ലോകത്തിൽ വിശ്വാസമില്ലാത്തവരുടെയും ഇടയിൽ നാം ആക്കുന്നതാണ് ഹിജാബം മസ്തൂറ, നിങ്ങളെ കാണാൻ പറ്റാത്ത ഒരു മറയെ. പ്രവാചകൻ ഖുർആൻ ഓതി കഴിഞ്ഞാൽ തങ്ങളെ ദ്രോഹിക്കാൻ ഒരുമ്പെടുന്നവർ മുശ്രിക്കീങ്ങൾ, കാഫിരീങ്ങൾ, ഇവർക്ക് തങ്ങളെ കാണാൻ പറ്റില്ല. ഉമ്മു ജമീൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ അടുത്തിരിക്കുകയാണ്, പക്ഷേ അല്ലാഹുവിന്റെ പ്രവാചകനെ കാണാൻ കഴിഞ്ഞില്ല. സിദ്ദീഖുൽ അക്ബറിനോട് ഉമ്മു ജമീൽ ചോദിച്ചു, നിങ്ങളുടെ കൂട്ടുകാരൻ എന്നെയും എന്റെ ഭർത്താവിനെയും ആക്ഷേപിച്ചുകൊണ്ട് എന്തൊക്കെയോ വാചകങ്ങൾ പുലമ്പി എന്ന് കേൾക്കുന്നല്ലോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ കൂട്ടുകാരൻ പുലമ്പിയതല്ല, എന്റെയും എന്റെ കൂട്ടുകാരന്റെയും സൃഷ്ടാവും സംരക്ഷകനുമായ അല്ലാഹു അവതരിപ്പിച്ച ഒരു സൂറത്താണ്, അധ്യായമാണ്. ഈ വീട്ടിലാണ് ഒറ്റപ്പെട്ട ദുർറത്ത് റളിയല്ലാഹു അൻഹു താമസിക്കുന്നത്. ഇനി സഹോദരന്മാരാണ് എങ്കിൽ ഉത്ബയും ഉതൈബയും. ഈ രണ്ട് സഹോദരന്മാർ അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ട് പെൺമക്കളെ വിവാഹം ചെയ്തിരുന്നു, ഉമ്മു കുൽസൂമിനെയും റുഖിയയെയും റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ പ്രവാചകൻ പ്രവാചകത്വം കിട്ടുന്നതിന് മുമ്പായി വിവാഹം ചെയ്തു കൊടുത്തു. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രവാചകത്വം കിട്ടി. ഇസ്ലാമിന്റെ പ്രബോധനവുമായി ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി സഞ്ചരിക്കുന്നു എന്നറിഞ്ഞപ്പോ ഈ ഉത്ബയും ഉതൈബയും അകാരണമായി അല്ലാഹുവിന്റെ പ്രവാചകന്റെ രണ്ട് പെൺമക്കളെയും തലാഖ് ചെയ്ത് വിവാഹബന്ധം വിച്ഛേദിച്ചു. രണ്ട് സഹോദരന്മാരുടെ അവസ്ഥ ഇതാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉതൈബക്കെതിരെ ബദ്ദുആ ചെയ്തു, അല്ലാഹുമ്മ സല്ലിത്ഹു കൽബൻ മിൻ കിലാബിന്നാർ. അല്ലാഹുവേ, അകാരണമായി എന്റെ പെൺമക്കളുടെ വിവാഹബന്ധം വിച്ഛേദിച്ച ഉതൈബയെ നരകത്തിന്റെ സിംഹങ്ങളിൽപ്പെട്ട ഒരു സിംഹത്തെ നീ അടിച്ചേൽപ്പിക്കേണ്ടത്. ഉതൈബ പിതാവായ അബൂലഹബിന്റെ അടുക്കൽ വന്നിട്ട് മുഹമ്മദിൽ നിന്ന് ഏറ്റ ബദ്ദുആയെ കുറിച്ച് അവതരിപ്പിച്ചപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയും അല്ലാഹുവിന്റെ പ്രവാചകനിൽ നിന്നുള്ള ബദ്ദുആയെ കുറിച്ച് അബൂലഹബ് പറയുന്നത്, അഥവാ മുഹമ്മദ് നിന്നെ ശപിച്ചിട്ടുണ്ട് എങ്കിൽ ആ ശാപം നിന്നിൽ വന്നു പോയിക്കും, അതുകൊണ്ട് നീ സൂക്ഷിക്കണം. പ്രവാചകനെ ആക്ഷേപിച്ചവർക്കും പ്രവാചകനെ കുറിച്ചുള്ള വീക്ഷണം ഇതായിരുന്നു. ശാമിലേക്ക് കച്ചവടത്തിന് വേണ്ടി പുറപ്പെട്ടപ്പോൾ ഉതൈബയുമുണ്ട്, അബൂലഹബുമുണ്ട്, കച്ചവട സംഘവുമുണ്ട്, ഖുറൈശി പ്രമാണികളും മക്കാ മുശ്രിക്കീങ്ങളും ഒക്കെ ഉണ്ട്. അവര് പാതിരാത്രി സമയമായപ്പോൾ എവിടെയാ രാത്രി തമ്പടിക്കേണ്ടുന്നത്?
ഒരു വലിയ ചർച്ച് കണ്ടു. അതിന്റെ കോമ്പൗണ്ടിലേക്ക് അവർ പ്രവേശിച്ചു. ആ ചർച്ചിന്റെ പാതിരി വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ കച്ചവട സംഘമാണ്, ഷാമിലേക്ക് പോകാൻ ആഗ്രഹിക്കുകയാണ്, ഞങ്ങൾ പാതിരാത്രി ഇവിടെ വിശ്രമിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ആ ചർച്ചിന്റെ പാതിരി പറയുകയുണ്ടായി, ഇവിടെ വിശ്രമിക്കുന്നത് ഉചിതമല്ല, കാരണം ഇവിടെ പാതിരാത്രി സമയമാകുമ്പോൾ ഹിംസ്ര ജന്തുക്കൾ വരാൻ സാധ്യതയുണ്ട്. അവര് പറഞ്ഞു, ഇവിടെയല്ലാതെ മറ്റൊരു സ്ഥലത്തും വിശ്രമിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. അങ്ങനെ ആ പാതിരി അനുവദിച്ചു. ആ ചർച്ചിന്റെ കോമ്പൗണ്ടിന്റെ ഉള്ളിൽ അവരുടെ കച്ചവട സാമഗ്രികൾ അട്ടിയട്ടിയായി വെച്ചു. അതിന്റെ മുകളിൽ ഉത്തൈബയെ കിടത്തി. എന്നിട്ട് 4 ഭാഗത്തും കച്ചവട സംഘം വലയം ചെയ്ത് വിശ്രമിച്ചു. പാതിരാത്രി സമയമായപ്പോൾ ഒരു സിംഹം വന്നു എല്ലാവരെയും മണത്തു നോക്കി. എന്നിട്ട് കച്ചവട സാധന സാമഗ്രികളുടെ മീതെ ചാടിക്കയറി അതിന്റെ മുകളിൽ കിടന്ന ഉത്തൈബയുടെ ശരീരത്തിനെ ആ സിംഹം പിച്ചി ചീന്തുകയുണ്ടായി. ഈ വീട്ടിലാണ് ഒറ്റയ്ക്ക് ഇസ്ലാമും തൗഹീദും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നത്. ഇങ്ങനെ ഭൂരിപക്ഷം നോക്കിക്കൊണ്ട് നാം ജീവിക്കാൻ വേണ്ടി മെനക്കെട്ട് കഴിഞ്ഞാൽ തൗഹീദും ഇസ്ലാമും ദീനും ഇസ്ലാമിന്റെ കൾച്ചറും സംസ്കാരവും ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂട്ടത്തിൽ കഴിഞ്ഞു കൂടിയിരുന്ന സഹാബിമാർ ഒരിക്കലും വീട്ടിലെയും കുടുംബത്തിലെയും പ്രദേശത്തിലെയും രാജ്യത്തിലെയും ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ എവിടെയെന്നല്ല നോക്കിയത്. നേരെ മറിച്ച് സത്യവും ധർമ്മവും നീതിയും അല്ലാഹുവും റസൂലും ഖുർആനും ഹദീസും ഇസ്ലാമും എവിടെയാണ് എന്ന് മാത്രം ശ്രദ്ധിക്കുകയും കൃത്യമായി ജീവിതത്തിൽ അത് പാലിക്കുകയും ചെയ്തു. മുൻഗാമികളുടെ ജീവിതം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ പ്രവാചകന് മുമ്പുള്ള ജീവിതം, അവിടെയും ഭൂരിപക്ഷം ഒരിക്കലും മുസ്ലിമീങ്ങളായിരുന്നില്ല. നീതിബോധവും ധർമ്മവും ഉള്ളവരായിരുന്നില്ല. ഭൂരിപക്ഷം എപ്പോഴും അക്രമത്തിലും അനീതിയിലും അധർമ്മത്തിലും വിരാജിച്ചവരായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിന്റെ രാത്രിയിൽ ജിബ്രീലിന്റെ കൂട്ടത്തിൽ ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സായുടെ അടുക്കലൂടെ കടന്നു പോകുമ്പോൾ ഒരാകർഷണീയമായ സുഗന്ധം, പരിമളം പ്രവാചകനെ അനുഭവിക്കാൻ കഴിഞ്ഞു. പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീലിനോട് ചോദിച്ചു, എവിടെ നിന്നാണ് ഈ പരിമളം, എവിടെ നിന്നാണ് ഈ സുഗന്ധം? ജിബ്രീൽ പറയുകയുണ്ടായി, ഈ പരിമളം വരുന്നത് ഫിർഔനിന്റെ രാജകൊട്ടാരത്തിലെ വേലക്കാരിയായിരുന്ന മാസിത റളിയല്ലാഹു അൻഹാന്റെ ഖബറിടത്തിൽ നിന്ന് വരുന്ന പരിമളമാണ്. ബുഖാരി ശരീഫിലെ റിവായത്ത്. ആരായിരുന്നു മാസിത റളിയല്ലാഹു അൻഹ? ഫിർഔനിന്റെ രാജകൊട്ടാരത്തിലെ വേലക്കാരിയായ സ്ത്രീ. ആരും അറിയാതെ മൂസാ പ്രവാചകന്റെ റിസാലത്തിനെ അംഗീകരിച്ചുകൊണ്ട് തൗഹീദ് ഹൃദയത്തിൽ കാത്തു സൂക്ഷിച്ച് ജീവിച്ച വനിതയായിരുന്നു മാസിത റളിയല്ലാഹു അൻഹ. ഒരു ദിവസം ഫിർഔനിന്റെ പെൺകുട്ടിയുടെ തല ചീകുന്നതിന്റെ ഇടയിൽ ചീർപ്പ് കയ്യിൽ നിന്ന് താഴേക്ക് വീണുപോയി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് ആ ചീർപ്പെടുത്തു. പെൺകുട്ടി ചോദിച്ചു, നിങ്ങൾ ഫിർഔൻ അല്ലാത്ത ഒരു ഇലാഹിനെ കുറിച്ച് പറയുകയാണല്ലോ, അല്ലാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു എന്ന് പറഞ്ഞു. മാസിത പറഞ്ഞു, ഫിർഔനിനെയും സൃഷ്ടിച്ച ഫിർഔനിന്റെയും യഥാർത്ഥ ആരാധ്യനായ അല്ലാഹുവിന്റെ നാമത്തിലാണ് ഞാൻ ആരംഭിച്ചത്. ഫിർഔൻ ഒരിക്കലും ഇലാഹുമല്ല, റബ്ബുമല്ല. ആ ചെറിയ പെൺകുട്ടി ഓടിച്ചെന്ന് ഫിർഔനിനോട് പറഞ്ഞു, നമ്മുടെ രാജകൊട്ടാരത്തിലെ വേലക്കാരി നിങ്ങളുടെ ഉലൂഹിയത്തിനെയും റുബൂബിയത്തിനെയും അംഗീകരിക്കുന്നില്ല. അല്ലാഹുവിന്റെ ഉലൂഹിയത്തിനെയും റുബൂബിയത്തിനെയും അംഗീകരിച്ച് മൂസാ പ്രവാചകന്റെ റിസാലത്തിനെ അംഗീകരിച്ചുകൊണ്ട് രാജകൊട്ടാരത്തിൽ വേലക്കാരിയായി താമസിക്കുകയാണ്. ഫിർഔൻ മാസിത റളിയല്ലാഹു അൻഹയെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, രാജകൊട്ടാരത്തിലെ വേലക്കാരി എന്നത് നിനക്കറിയാം, ഈ രാജ്യത്തിൽ കിട്ടുന്ന അത്യുന്നതമായ ഒരു സ്ഥാനമാണ്, നഷ്ടപ്പെടും.
എന്ന് മാത്രമല്ല ശക്തമായ പീഡനങ്ങൾക്ക് നീ ഇരയാകേണ്ടി വരും. അതുകൊണ്ട് എന്റെ ഇലാഹിയത്തിനെയും റുബൂബിയത്തിനെയും അംഗീകരിക്കണം. അല്ലാഹുവിന്റെ ഇലാഹിയത്തിനെയും റുബൂബിയത്തിനെയും നിഷേധിക്കണം. മാസിത റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഒരിക്കലും നീ എന്റെ ഇലാഹല്ല, നീ എന്റെ റബ്ബല്ല. അല്ലാഹ് മാത്രമാണ് എന്റെ ഇലാഹും എന്റെ റബ്ബും. മൂസയാണ് എനിക്ക് അല്ലാഹു മാതൃകയ്ക്ക് വേണ്ടി നിയോഗിച്ചയച്ചിരിക്കുന്ന പ്രവാചകൻ. ഫിർഔൻ അവന്റെ കിങ്കരന്മാരെ വിളിച്ചു, ഭൂമിയുടെ പുറന്തൊലിക്ക് മുകളിൽ മലർത്തി കടത്തി. ഫിർഔനിന്റെ കിങ്കരന്മാര് പറഞ്ഞു, മാസിതയ്ക്ക് ഒരു ചെറിയ കുട്ടിയുണ്ട്. പാല് കുടിക്കുന്ന പ്രായത്തിലുള്ള ആ ചോര കുഞ്ഞിനെ അമ്മിഞ്ഞപ്പാല് കുടിക്കുന്ന സമയത്ത് നിങ്ങൾ അഥവാ തൗഹീദിൽ നിന്ന് വ്യതിചലിക്കുന്നില്ല എങ്കിൽ ഈ കുട്ടിയെ വകവരുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയാൽ ഒരുപക്ഷെ നിങ്ങളുടെ ഇംഗിതത്തിന് വഴങ്ങാൻ സാധ്യതയുണ്ട്. ഫിർഔനിന്റെ കിങ്കരന്മാര് പറഞ്ഞതുപോലെ തന്നെ മാസിത റളിയല്ലാഹു അൻഹാക്ക് ജനിച്ച ചെറിയ പിഞ്ചു കുഞ്ഞ് ചോര കുഞ്ഞ് അമ്മിഞ്ഞപ്പാല് കുടിക്കാൻ വേണ്ടി നെഞ്ചിലേക്ക് പോയി. അമ്മിഞ്ഞപ്പാല് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ നല്ല സുഗന്ധം വായിൽ പരന്നുകൊണ്ടിരിക്കുമ്പോൾ ഫിർഔനിന്റെ കിങ്കരന്മാര് ശൂലവുമായിട്ട് വരികയാണ്. നിങ്ങൾ ഒന്നുകിൽ തൗഹീദിൽ നിന്ന് വ്യതിചലിക്കുക, അല്ലെങ്കിൽ ഈ ചോരക്കുഞ്ഞിനെ ഞങ്ങൾ ഈ ശൂലത്തിൽ കുത്തി അവരുടെ ജീവൻ നശിപ്പിച്ചു കളയും. മാസിത അപ്പോഴും തൗഹീദിൽ നിന്ന് വ്യതിചലിക്കാൻ തയ്യാറായില്ല. ഫിർഔനിന്റെ കിങ്കരന്മാര് ശൂലം കൊണ്ട് മാസിതയുടെ പിഞ്ചു കുഞ്ഞിനെ കുത്തിക്കൊലപ്പെടുത്തി മാസിതയുടെ ശരീരത്തിൽ നിന്ന് മാംസം അടർത്തിയെടുക്കുകയുണ്ടായി. ജീവനോടെ ചീർപ്പ് കൊണ്ട് അവരുടെ ശരീരത്തിൽ നിന്ന് മാന്തിപ്പറിച്ചു മാറ്റി. അങ്ങനെ അവരുടെ ജീവൻ തന്നെ അവസാനിച്ചു. അങ്ങനെ തൗഹീദിന്റെ പേരിൽ ജീവൻ നഷ്ടപ്പെട്ടു പോയ ചോരക്കുഞ്ഞ് നഷ്ടപ്പെട്ടു പോയ മാസിത നൂറ്റാണ്ടുകൾ കഴിഞ്ഞു, സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകൻ അവരെ ദഫൻ ചെയ്തിരിക്കുന്ന ഖബർസ്ഥാനിന്റെ അടുക്കലൂടെ കടന്നു പോകുമ്പോൾ ആ ശ്മശാനിയിൽ നിന്ന് സുഗന്ധം പരിമളം അടിച്ചു വീശുകയാണ്. ദുനിയാവിൽ ദീനിന്റെ പേരിൽ ജീവൻ നഷ്ടപ്പെട്ടു പോയാലും ദുനിയാവിന്റെ ഭൗതികമായ ഏർപ്പാടുകളും സംവിധാനങ്ങളും നഷ്ടപ്പെട്ടു പോയാലും ഇന്നല്ലെങ്കിൽ നാളെ ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകേണ്ടത് തന്നെയാണ്. അനശ്വരമായ ആഖിറത്തിൽ എന്നെന്നും അനുഗ്രഹവും സുഗന്ധവും പരിമളവും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ വരെ വരുന്ന മുസ്ലിം സമുദായത്തിന് മാതൃകായോഗ്യമായ ഉദാഹരണം പറഞ്ഞപ്പോൾ ഒരു വനിതയുടെ രണ്ട് വനിതകളുടെ സംഭവം പറഞ്ഞത്. എന്തുകൊണ്ടാണ് പ്രതിസന്ധിയുടെ നടുത്തളത്തിൽ ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്കെതിരിൽ ഒറ്റപ്പെട്ട അവസ്ഥയിലും മനസ്സിലുണ്ടായിരുന്ന ഹൃദയാന്തരത്തിലുണ്ടായിരുന്ന തൗഹീദിനെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ നിന്ന് ഈമാനോടെ ഇസ്ലാമോടെ അവർ യാത്രയായിരുന്നത്. ضرب الله مثلا للذين آمنوا امرأة فرعون إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين ومريم ابنة عمران التي أحصنت فرجها فنفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين. ഇന്ന് നമ്മുടെ വീടുകളിലുള്ള ചെറുപ്പക്കാര്, ആൺകുട്ടികൾ, പെൺകുട്ടികൾ, ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ എങ്ങോട്ടാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് അവിടേക്ക് പാപങ്ങളിലേക്കും ആഭാസത്തരങ്ങളിലേക്കും മുങ്ങിത്താഴുമ്പോൾ അല്ലാഹു ഖിയാമത്ത് നാൾ വരെ വരുന്ന മുസ്ലിം സമുദായത്തിന് അവരുടെ ഹൃദയത്തിലെ ഈമാൻ കാത്തു സൂക്ഷിക്കാൻ, അവരുടെ ജീവിതത്തിൽ തിന്മയിൽ നിന്ന് ഒഴിവാക്കാൻ, അവരുടെ ജീവിതത്തെ പരിശുദ്ധമാക്കാൻ, ഇസ്ലാമികമാക്കാൻ വേണ്ടി ഉദാഹരണമായി പറഞ്ഞ സംഭവം ഫിർഔന്റെ കാര്യം.
ضرب الله مثلا للذين آمنوا امرأة فرعون. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് ഉദാഹരണമായി എടുത്തു കാട്ടുകയാണ്. ഫിർഔനിന്റെ ഭാര്യയായ ആസിയ ബീവി ഫിർഔനിന്റെ രാജകുമാരിയായിരുന്നു. രാജകൊട്ടാരത്തിൽ രാജകീയമായ എല്ലാ സൗകര്യങ്ങളോടെയും താമസിക്കുമ്പോൾ ഫിർഔൻ അറിയുകയാണ് തന്റെ ഭാര്യയായ ആസിയ ബീവി തൗഹീദിന്റെ വക്താവാണ്. അല്ലാഹുവിന്റെ ഏകത്വം അംഗീകരിച്ചുകൊണ്ട് മൂസാ പ്രവാചകന്റെ റിസാലത്തിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്ന വനിതയാണ്. ഫിർഔൻ ഭാര്യയോട് ചോദിച്ചു, നീയും മൂസയെ കൊണ്ട് വിശ്വസിച്ചിരിക്കുകയാണോ? ആസിയ ബീവി പറഞ്ഞു, അതെ, മൂസ പ്രവാചകനാണ്, അല്ലാഹു അയച്ച ദൂതനാണ്. ഫിർഔൻ പറഞ്ഞു, ഈ രാജകീയമായ കൊട്ടാരത്തിന്റെ അനുഗ്രഹത്തിന്റെ സോപാനങ്ങളിൽ നീ വിരാജിക്കുകയാണ്. നിനക്കുള്ള സ്ഥാനം എത്ര ഉയർന്നതാണ് എന്ന് നിനക്കറിയാം. ഞാൻ ലോകത്തിന്റെ റബ്ബാണ് എങ്കിൽ എന്റെ ഭാര്യ എന്നാൽ നിനക്ക് എത്ര ഉയർന്ന സ്ഥാനമാണ്. അതൊക്കെ നഷ്ടപ്പെട്ടു പോകാൻ പോവുകയാണ്. രാജകുമാരി എന്ന പദവി നഷ്ടപ്പെട്ടു പോകും. ഈ രാജകൊട്ടാരത്തിന്റെ സൗകര്യങ്ങളും ഫെസിലിറ്റികളും അവസാനിച്ചു പോകും. അതുകൊണ്ട് നീ ചിന്തിച്ചാലോചിച്ച് തീരുമാനമെടുക്കുക. ആസിയ ബീവി പറഞ്ഞു, എന്ത് നഷ്ടപ്പെട്ടു പോയാലും തൗഹീദ് കളയുന്ന പ്രശ്നമില്ല. നിങ്ങളുടെ ഈ വികലമായ ആദർശത്തിലേക്ക് ഞാൻ വരുന്ന പ്രശ്നമേ ഇല്ല. ഫിർഔൻ അവന്റെ ശിക്ഷാ നടപടി നടപ്പാക്കിയവന്റെ കിങ്കരന്മാരെ വിളിച്ചു. ഭൂമിയിൽ മലർത്തിക്കിടത്തി കയ്യിലും കാലിലും ആണിയടിച്ചു. എന്നിട്ട് വിവസ്ത്രയാക്കി. ആസിയ ബീവി രാജകൊട്ടാരത്തിലേക്ക് നോക്കിക്കൊണ്ട് കടന്നുകയാണ്. എന്റെ എല്ലാ സ്ഥാനങ്ങളും ഇസ്ലാമിന്റെ പേരിൽ നഷ്ടപ്പെട്ടു പോകുകയാണ്. അപ്പോഴും ആസിയ ബീവി വ്യതിചലിക്കാൻ തയ്യാറായി. എന്തുകൊണ്ടാണ്? ഈ ജീവൻ ഇന്നല്ലെങ്കിൽ നാളെ അവസാനിക്കും. അനശ്വരമായ ആഖിറത്തിൽ എനിക്ക് വിജയവും. അവരുടെ ശരീരത്തിൽ നിന്ന് മാംസങ്ങൾ ചീർപ്പ് കൊണ്ട് അടർത്തിയെടുത്തപ്പോഴേ അവർ അല്ലാഹുവിനോട് ചെയ്ത ദുആയുണ്ട്, അല്ലാഹുവേ, ഭൗതിക ലോകത്ത് ഭൂമിയുടെ പുറന്തൊലിക്ക് മുകളിലുള്ള രാജകൊട്ടാരം എനിക്ക് നഷ്ടപ്പെടുമ്പോൾ സ്വർഗ്ഗത്തിൽ നീ എനിക്കൊരു ഭവനം നിർമ്മിച്ചു നൽകണമേ. മറിയം ഫിർഔനിന്റെ ഭാര്യയായ ആസിയ ബീവി അല്ലാഹുവിനോട് പറഞ്ഞ സന്ദർഭം, റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന, അല്ലാഹുവേ, നിന്റെ അടുക്കൽ സ്വർഗ്ഗത്തിൽ എനിക്കൊരു കൊട്ടാരം നീ നിർമ്മിച്ചു നൽകണമേ. വനജ്ജിനി മിൻ ഫിർഔന വഅമലി, അല്ലാഹുവേ, ഫിർഔനിൽ നിന്നും അവന്റെ പ്രവർത്തനങ്ങളിൽ നിന്നും എന്നെ നീ രക്ഷപ്പെടുത്തണമേ. വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ, അക്രമകാരികളായ ജനതയിൽ നിന്ന് എന്നെ നീ രക്ഷപ്പെടുത്തണമേ. അല്ലാഹു മറിയമിന്റെ സംഭവം പറയാം. ومريم ابنة عمران التي أحسنت فرجها, ഇമ്രാനിന്റെ മകളായ മറിയമും ഖിയാമത്ത് നാൾ വരെ വരുന്ന മുസ്ലിം സമുദായത്തിന് മാതൃകയായിട്ട് ഉദാഹരണമായി അല്ലാഹു എടുത്തു കാട്ടുകയാണ്. അവരാണ് എങ്കിൽ അവരുടെ പാതിവ്രത്യം കാത്തു സൂക്ഷിച്ചു. അവരിലേക്ക് നാം നമ്മുടെ ആത്മീയ ചൈതന്യം ഊതി കൊടുത്തു. അവരുടെ രക്ഷിതാവിന്റെ വചനങ്ങളെ അവൾ സത്യമായി അംഗീകരിക്കുകയും അവന്റെ വേദഗ്രന്ഥങ്ങളെ വിശ്വസിക്കുകയും ചെയ്തു. അവൾ ദൈവഭക്തിയുള്ള വനിതയായിരുന്നു. അതുകൊണ്ട് മുഅ്മിനീങ്ങൾ എന്തൊക്കെയാ സൂക്ഷിക്കേണ്ടുന്നത്? പ്രതിസന്ധിയുടെ നടുത്തളത്തിലും ഹൃദയത്തിലെ ഈമാൻ കാത്തു സൂക്ഷിക്കണം. ലോകത്തിന്റെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയാണ് ഒരു ചെറിയ പ്രദേശത്ത് കഴിഞ്ഞുകൂടുന്ന മുസ്ലിമീങ്ങൾ. ഗസ എന്ന് പറയുന്ന പ്രദേശം, ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യം, ഈമാനിന്റെയും ഇസ്ലാമിന്റെയും പേരിൽ മാത്രം പീഡിപ്പിക്കപ്പെടുകയാണ്. വീട് നഷ്ടപ്പെട്ടു പോയി, തൂണുകൾ കൊണ്ട് ടെന്റുകൾ നിർമ്മിച്ചുകൊണ്ട് അന്നമില്ലാതെ നമ്പർ കൊണ്ടുവന്ന ഈ സന്ദർഭം. എന്നാൽ അവരാരും അവരുടെ ഹൃദയത്തിലെ ഈമാനോ ഇസ്ലാമോ നഷ്ടപ്പെട്ടു.
നമ്മൾ വലിയ സൗകര്യങ്ങളിൽ നിന്നുകൊണ്ട് 5 നേരത്തെ നമസ്കാരം പോലും ഉപേക്ഷിച്ചുകൊണ്ട് നമ്മൾ സോഷ്യൽ മീഡിയകളിൽ മൊബൈലുകളിൽ കാണുന്ന അശ്ലീലങ്ങളും കണ്ടുകൊണ്ട് വിസ്മൃതിയോടുകൂടി കഴിഞ്ഞുകൂടുകയാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്നിട്ട് പറയുന്ന ന്യായം എന്താ? ഭൂരിപക്ഷം വരുന്ന യുവാക്കൾ അങ്ങനെയാണ്, ഭൂരിപക്ഷം വരുന്ന സ്ത്രീകൾ അങ്ങനെയാണ്. ഇന്നത്തെ കാലത്ത് ഇതൊന്നും ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഖുർആനിൽ അല്ലാഹു പറയുക, لا يستوي قل لا يستوي الخبيث والطيب ولو أعجبك كثرة الخبيث فاتقوا الله يا أولي الألباب لعلكم تفلحون. താങ്കൾ പറഞ്ഞു കൊടുക്കുക, ലാ യസ്തവിൽ ഖബീഥു വത്തയ്യിബു, നന്മയും തിന്മയും സമമാകില്ല, നല്ലതും കെട്ടതും സമമാകില്ല. വലൗ അഅജബക കസറത്തുൽ ഖബീർ, നിന്റെ ഹൃദയത്തിൽ തിന്മകളുടെ ആധിക്യം ആശ്ചര്യപ്പെടുത്തിയാലും എല്ലാവരും എങ്ങനെയാ ജീവിക്കുന്നത് എന്ന് നീ ചിന്തിച്ചുകൊണ്ട് ഒരിക്കലും തിന്മയുടെ വക്താവാകരുത്. നന്മയുടെ വക്താവായി കഴിഞ്ഞാൽ ഭൂരിപക്ഷം വരുന്ന ആൾക്കാർ തിന്മ പ്രവർത്തിക്കുമ്പോഴും അവരുടെ ഹൃദയത്തിൽ ആ നന്മ പ്രവർത്തിക്കുന്നവരോട് ആദരവും സ്നേഹവും ബഹുമാനവുമാണ്. ഇത് വീട്ടിൽ, കുടുംബത്തിൽ, നാട്ടിൽ, രാജ്യത്ത്, ലോകത്ത് നമ്മൾ കണ്ടുവരുന്ന യാഥാർത്ഥ്യമാണ്. അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹിന്റെ ഖിലാഫത്ത് കാലമായപ്പോ ഇസ്ലാമിന് വിശാലമായ ഒരു സാമ്രാജ്യം തന്നെ വന്നുകൂടി. ധാരാളം രാജ്യങ്ങൾ ഇസ്ലാമികമായി. അവിടെയുള്ള ജനങ്ങൾക്ക് ധാരാളം ടാക്സ് കപ്പങ്ങൾ നിശ്ചയിക്കപ്പെട്ടിരുന്നു. മുസ്ലിമീങ്ങൾക്കാണ് എങ്കിൽ കൂടുതൽ ടാക്സ് അടക്കണമായിരുന്നു. അബ്ദുൽ അസീസ് റഹിമഹുല്ല രാജ്യത്ത് നടപ്പാക്കിയിരുന്ന അനധികൃതമായ ചുങ്കം പിരിക്കലിന്റെ ടാക്സുകളെ അവസാനിപ്പിച്ചു. ഗവർണർമാരും ചക്രവർത്തിമാരും അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹിന്റെ അടുക്കൽ വന്നിട്ട് പറയുകയുണ്ടായി, ലോകത്ത് ഇസ്ലാമിന് ഭയങ്കരമായ ഉന്നതി കൈവന്നിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ടാക്സ് വെട്ടിച്ചുരുക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് രാജ്യത്തിന് വികസനം ഉണ്ടാക്കാൻ കഴിയുന്നത്? ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടാണ് രാജ്യത്തിന് വികാസവും വികസനവും ഉണ്ടാക്കേണ്ടത്. അതുകൊണ്ട് ഒരിക്കലും അവരുടെ ടാക്സുകൾ കുറച്ചു കളയരുത്. ജനങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ട്. അബ്ദുൽ അസീസ് റഹിമഹുല്ല ഈ സന്ദർഭത്തിൽ ഈ ആയത്താണ് ഓതിയത്, ഖുൽ ലാ യസ്തവിൽ ഖബീഥു വത്തയ്യിബു വലൗ അഅജബക കസറത്തുൽ ഖബീഥ്. നിങ്ങൾ അനധികൃതമായ ടാക്സിലൂടെ വികസനങ്ങളും വികാസങ്ങളും ഉണ്ടാക്കിയെങ്കിൽ അതിലൂടെയാണ് ജനങ്ങൾക്കും രാജ്യത്തിനും വികസനവും വികാസവും കാണുന്നത് എങ്കിലും തിന്മ തന്നെയാണ്. ജനങ്ങൾ ഉണ്ടാക്കുന്ന സമ്പത്ത് അവർക്ക് യഥേഷ്ടം ഉപയോഗിക്കാൻ അനുവാദമുണ്ട്. അതിൽ നിർബന്ധമായ ബാധ്യതകൾ അവർ വീടണം. നമുക്കൊരിക്കലും നിർബന്ധിച്ചവരിൽ നിന്ന് അത് പിടിച്ചു വാങ്ങാനുള്ള അധികാരമില്ല. അതുകൊണ്ട് ആവശ്യമുള്ള സമ്പത്ത് അല്ലാഹു നൽകിക്കൊള്ളും. ആവശ്യമുള്ള വികസനവും വികാസവും മതി. അത് ഹലാലായ പരിശുദ്ധമായ സമ്പത്ത് കൊണ്ട് മതി എന്ന് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് പ്രഖ്യാപിക്കുന്നു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കാലത്ത് സഅലബത്ത് ബിൻ ഖാത്തിബ് എന്ന് പറയുന്ന ഒരു സഹാബി വന്നു. അല്ലാഹുവിന്റെ പ്രവാചകനോട് ആവശ്യപ്പെടുകയാണ്, യാ റസൂലല്ലാഹ് ഉദുല്ലാഹ അയ്യർസുഖനി മാലൻ കതീറ. അല്ലാഹുവിന്റെ പ്രവാചകരെ, എനിക്ക് ഒരുപാട് സമ്പത്ത് കിട്ടാൻ വേണ്ടി നിങ്ങൾ ദുആയിരക്കണം. നബിതങ്ങൾ പറഞ്ഞു, ഖലീലുൻ മാ തുതീഖു ശുക്റഹു ഖൈറുൻ മിൻ കതീരിൻ ലാ തുതീഖുഹു. നിനക്ക് അല്ലാഹു നൽകുന്ന കുറഞ്ഞ തുന്യവിയായ വിഭവം അതിൽ നീ അല്ലാഹുക്ക് നന്ദി രേഖപ്പെടുത്തി ജീവിക്കുന്നുവെങ്കിൽ അതാണ് നല്ലത്. കൂടുതൽ കിട്ടി പടച്ചവന് നന്ദി രേഖപ്പെടുത്താതെ നീ മതിമറന്നവനായി തോന്നിവാസിയായി പോകുന്നതിനേക്കാൾ അതാണ് നല്ലത്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയുണ്ടായി, മാ ഖല്ല വഖഫ ഖൈറുൻ മിമ്മാ കഫറ വഖലഹ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഒരു മനുഷ്യന് ജീവിക്കാൻ മതിയായ അനുവദനീയമായ കുറഞ്ഞ സമ്പത്ത് ഇത് നമ്മളെല്ലാം കൂടുതൽ ആഗ്രഹിക്കുന്നു. അത് ഹറാമായ മാർഗത്തിലൂടെയാണെങ്കിൽ കുഴപ്പമില്ല.
ഇസ്ലാമിന്റെ സംസ്കാരം നഷ്ടപ്പെടുത്തിയിട്ടാണെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെ ഒരു ട്രെൻഡ് ഹൃദയത്തിൽ വ്യാപിച്ചതിന്റെ പേരിൽ നമ്മളും നമ്മുടെ തലമുറകളൊക്കെ അറിഞ്ഞോ അറിയാതെയോ ഒരു പ്രത്യേകമായ ലോകത്തായി പോയിരിക്കുക. അന്ന് കാക്കുമാറാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുക, മതിയായത് കുറഞ്ഞതാണെങ്കിൽ ഖൈറുണ്ട്, ശ്രേഷ്ഠമാണ്, ഒരുപാടുണ്ട്. വലഹ, ദീനിന്റെ കാര്യങ്ങളിൽ നിന്ന് നിന്നെ ജോലിയാക്കുന്ന കൂടുതലുള്ള ഭൗതികമായ കാര്യങ്ങൾ. നിസ്കരിക്കാൻ സമയമില്ല, തഹജ്ജുദിന് സമയമില്ല, ഖുർആൻ ഓതാൻ സമയമില്ല. കാരണം 24 മണിക്കൂർ നമ്മൾ ബിസിയാണ്. അതുകൊണ്ട് നമ്മുടെ വീട്, നമ്മുടെ കുടുംബം, നമ്മുടെ നാട്, നമ്മുടെ രാജ്യം, ഭൂരിപക്ഷം ആൾക്കാർ എവിടെയാണ് എന്ന് നോക്കിക്കൊണ്ടല്ല നമ്മുടെ ജീവിതത്തെ നാം ചിട്ടപ്പെടുത്തേണ്ടത്. നേരെ മറിച്ച് നീതി എവിടെയാണ്, ധർമ്മം എവിടെയാണ്, ഇസ്ലാം എവിടെയാണ്, ഖുർആൻ എവിടെയാണ്, ഹദീസ് എവിടെയാണ്, ഇത് നോക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ വിജയിക്കും. قل لا يستوي الخبيث والطيب ولو أعجبك كثرة الخبيث فاتقوا الله يا أولي الألباب. അല്ലയോ ബുദ്ധിയുള്ളവരെ, ഹറാമിൽ നിന്ന്, പാപങ്ങളിൽ നിന്ന് നിങ്ങൾ ജാഗ്രത കൈക്കൊള്ളണം. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളായി തീരാൻ വേണ്ടി. അല്ലാഹു ശരിയായ കാര്യങ്ങൾ മനസ്സിലാക്കാനും അമൽ ചെയ്യാനും തൗഫീഖും ഹിദായത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.